അസ്സലാമു അലൈക്കും. നല്ലൊരു വീട് പണിയുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരു മുസ്ലിമിൻ്റെ വീട് ഈമാൻ്റെ കേന്ദ്രവും കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ ഇടവും കുട്ടികളുടെ വളർച്ചയുടെ സ്ഥലവും ആയിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല ഒരു വീട് എന്നത് ഒരാളുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട വീട് നമുക്ക് യാഥാർത്ഥ്യമായാൽ പിന്നെ ആ വീട്ടിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ചടങ്ങോടു കൂടിയാണ്. വീട് കുടിയിരിക്കൽ, വീട് പാർക്കൽ, വീട് താമസം എന്നൊക്കെ പല നാട്ടിൽ പല പേരുകളാണുള്ളത്. അങ്ങനെ ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബന്ധുക്കാരെയെല്ലാം വിളിച്ച് ആഘോഷമായി പരിപാടി നടത്തും. എന്നാൽ പുതിയ വീട് പാർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാലം സന്തോഷമായി അസുഖങ്ങളില്ലാതെ ആ വീട്ടിൽ താമസിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാവാൻ വീട് പാർക്കൽ അഥവാ കുടിയിരിക്കാൻ ഏറ്റവും നല്ല മാസം ഏതാണെന്ന് നമ്മൾ നോക്കണം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അറബി മാസം എല്ലാതും വീട് പാർക്കാൻ നല്ലതാണ്. അങ്ങനെ പ്രത്യേക മാസം വീട് പാർക്കൽ പാടില്ല എന്നൊന്നുമില്ല. എങ്കിലും വീട് പാർക്കാൻ ഏറ്റവും നല്ല മാസം റബിയുൽ അവ്വലാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബിയുൽ അവ്വൽ മാസമാണ്. അതുപോലെ തന്നെ റജബ്, ദുൽഹിജ്ജ, ശവ്വാൽ ഇതെല്ലാം നല്ല മാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ മാസം വീട്ടിൽ കയറിയാൽ ദോഷമാണ്, ഈ ദിവസം വീട്ടിൽ കയറാൻ പാടില്ല തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ ഒരു മുസ്ലിം ഒഴിവാക്കണം. അതുപോലെ തന്നെ നല്ല നിയ്യത്തോടു കൂടി വീട്ടിൽ പ്രവേശിക്കുക. പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് നല്ല നിയ്യത്താണ്. ഈ വീട്ടിൽ അള്ളാഹുവിനെ ആരാധിക്കാനും കുടുംബത്തെ ഇസ്ലാമികമായി വളർത്താനും സമാധാനത്തോടെ ജീവിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്ന ഉദ്ദേശം ഉണ്ടാകണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിയ്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വീട് പാർക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. അതായത് പ്രഭാതത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ, സുബഹിയുടെ അടുത്ത സമയം. ആ സമയത്ത് ഖുർആൻ ഓതുക, മൗലൂദ് ഓതുക, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് വേണം വീട്ടിൽ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവും. പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന ഒരു കുടുംബമായി മാറണം. അതുപോലെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, ദിക്റുകൾ ചൊല്ലുക. ഇവയൊക്കെയാണ് ആ വീടിന് യഥാർത്ഥ ബർക്കത്ത് നൽകുന്ന കാര്യങ്ങൾ. വീട് പാർക്കുന്ന സമയത്ത് പാല് കാച്ചുന്നത് നല്ലതാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാനീയത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും മതിയാകുന്നത് പാലിൽ തന്നെയുണ്ട്. മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്ന പാനീയമാണ് പാല്. അതുകൊണ്ട് തന്നെ പാല് കാച്ചി വീട് പ്രവേശിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് വീട് പാർക്കലും അതിൻ്റെ ചടങ്ങുകളോ നടത്തുന്നതിൽ തെറ്റില്ല. സാധാരണത്തെ പോലെ ആ സമയത്ത് സ്ത്രീകൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല. വീട് പാർക്കൽ ചടങ്ങിൽ ഒക്കെ പങ്കെടുക്കാവുന്നതാണ്. വീട്ടിൽ കുടിയിരിക്കൽ കഴിഞ്ഞാൽ നിസ്കാരത്തിന് പ്രാധാന്യം നൽകുക. വീട് എത്ര വലുതാണെന്നതല്ല പ്രധാനം. വീട്ടിൽ സ്വലാത്തുണ്ടോ, ഖുർആൻ ഓതാറുണ്ടോ, ദിക്റുകൾ ചൊല്ലാറുണ്ടോ, മാതാപിതാക്കളോട് ആദരവുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടോ, കുട്ടികൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? ഇതാണ് ഒരു മുസ്ലിമിൻ്റെ വീടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കാരം സ്ഥാപിക്കുക. അതിനാൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും ഇബാദത്തും കൂടുതൽ നന്നാക്കാനുള്ള ഒരു പുതിയ തുടക്കമാക്കുക. വീട് മനോഹരമായി അലങ്കരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിനെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അനാവശ്യ കലഹങ്ങൾ, പരദൂഷണം, കള്ളം, അന്യായ സമ്പാദ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളെ സംരക്ഷിക്കണം. ഒരു വീട്ടിൽ സ്നേഹവും ക്ഷമയും ദിക്റും നമസ്കാരവും ഉണ്ടെങ്കിൽ അതൊരു ചെറിയ വീടായാലും
വലിയ അനുഗ്രഹമാണ്. പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ അയൽക്കാരുമായുള്ള ബന്ധവും ശ്രദ്ധിക്കണം. പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആവശ്യ സമയത്ത് സഹായിക്കുക. നല്ല അയൽക്കാരനാകുന്നതും ഈമാനിന്റെ ഭാഗമാണ്. പുതിയ വീട് എന്ന സന്തോഷത്തിൽ അമിതമായ ചെലവും മറ്റുള്ളവരോട് കാണിക്കാനുള്ള മനോഭാവവും ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിയുന്ന ഒരു ചെറിയ വീട് അള്ളാഹുവിനെ മറക്കുന്ന വലിയ കൊട്ടാരത്തേക്കാൾ അനുഗ്രഹീതമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഹലാൽ മാർഗത്തിൽ ഉപയോഗിക്കുകയും ആവശ്യമുള്ളവർക്ക് സഹായം നൽകുകയും ചെയ്യുക. പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനോട് ബർക്കത്തും സമാധാനവും സുരക്ഷയും ചോദിക്കുക. അള്ളാഹുവേ, ഈ വീടിനെ ഞങ്ങൾക്ക് ബർക്കത്തുള്ള വീടാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നൽകണമേ. ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ വീട്ടിൽ നിന്നുള്ള ഓരോ നിസ്കാരവും ഖുർആൻ പാരായണവും നല്ല പ്രവൃത്തികളും സ്വീകരിക്കണമേ. നല്ല നിയ്യത്തോടു കൂടി അള്ളാഹുവിനെ സ്മരിച്ച് നിസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും ചൊല്ലിക്കൊണ്ട് ഒരു നല്ല ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീടുകൾ വെറും താമസ സ്ഥലങ്ങളാകാതെ ഈമാന്റെ കേന്ദ്രങ്ങളാകട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനവും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ഇഹലോകത്തും പരലോകത്തും വിജയിപ്പിക്കട്ടെ. നമ്മുടെ വീടുകൾ നിസ്കാരവും ഖുർആനും ദിക്റും കൊണ്ട് നിറഞ്ഞതാക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.